കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നാം കേട്ടുകൊണ്ടിരുന്ന തങ്കുബ്രദറിൻ്റെ മനോഹരമായ സന്ദേശം, ക്രിസ്തുവിൽ വളർന്ന് ഒരു ജയാളിയായി ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. Resist the devil and it will flee you. അവനെ എതിർക്കണം, അവനെ ചെറുക്കണം. കാര്യം എന്താ? ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ നിരൂപിക്കാൻ പറ്റാത്ത നന്മയാണ്, വിസ്മയിപ്പിക്കുന്ന നന്മയാണ് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളോട് തന്നെ ഒന്ന് പറയണം, താൽക്കാലിക നേട്ടങ്ങളെ അല്ല, ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് കാണുവാൻ, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് അനുഭവിക്കാൻ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം, 8-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ ഹല്ലേലൂയ എഴുതപ്പെട്ടിരിക്കുന്ന വചനം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ, ന്യായപ്രമാണം നോക്ക്, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല എന്ന് പറയുന്നത് അത് ന്യായപ്രമാണത്തിൻ്റെ അനുഗ്രഹമാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ അനുഗ്രഹമാണ്. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഒന്നുകൂടെ പറഞ്ഞേ, ഉയർച്ച തന്നെ പ്രാപിക്കും. ഒന്നുകൂടെ പറഞ്ഞേ, ഉയർച്ച തന്നെ. ഉയർച്ചയുടെ സകലതും, വീണ്ടും ഞാൻ പറയാം, ദൈവിക വളർച്ച, ഗോഡ്ലി ഇൻക്രീസ്, ദൈവിക വർധനവ്, അതിന് വേണ്ടിയത് മുഴുവൻ എൻ്റെ അകത്ത് നിക്ഷേപിച്ച് കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. നിക്ഷേപിച്ച് കഴിഞ്ഞിരിക്കുക. അതാ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും എനിക്ക് ദാനമായി തന്നിരിക്കുന്നു. എങ്ങനെയാ തന്നിരിക്കുന്നത്? തൻ്റെ നേച്ചർ, തൻ്റെ നിത്യജീവൻ എൻ്റെ ഉള്ളിൽ വന്നതോടെ. എന്നിട്ട് പറയാണ്, അത് മുഖാന്തരമായ വിലയേറിയ വാഗ്ദത്തങ്ങൾ എൻ്റെ സ്വന്തമായി. എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ അത്യന്ത ധനം, ക്രിസ്തുവിൻ്റെ ജീവൻ, നിത്യജീവൻ ഉള്ളതുകൊണ്ട് ദൈവികമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള മുഴുവൻ സാധ്യതകളും എൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഇനിയും എൻ്റെ ജോലിയാണ് ഈ സാധ്യതയെ വെളിയിൽ കൊണ്ടുവരിക. ഹല്ലേലൂയ. സോ there is അവിടെ ഒരു സംഘർഷമാണ്. ഇത് മുഴുവൻ അനുഗ്രഹവും എൻ്റേതാണ്. അതുകൊണ്ടാണ് വചനം 2 കൊരിന്ത്യർ 1:20 പറയുന്നത്, വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തുവേശുവിൽ ഉവ്വെന്നാണ്. അനുഗ്രഹം എന്തൊക്കെയാണ്? അനുഗ്രഹം എന്താ? നിന്റെ തൊട്ടിയിലും ഒരിക്കലും തീരത്തില്ല, വീട്ടിലൊരിക്കലും പഞ്ഞം വരത്തില്ല. ഹല്ലേലൂയ. പഞ്ഞം വരത്തില്ല. വീട്ടിലെ തൊട്ടിയിലെ മാവ് ഒരിക്കലും തീർന്നു പോകത്തില്ല. അത് അനുഗ്രഹമാണ്, ന്യായപ്രമാണത്തിൻ്റെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നിന്റെ ശത്രു നിന്റെ എതിരെ ഒരു വഴിയായി വരും, 7 വഴിയായി ഛേദിക്കപ്പെടും. നിന്റെ മേൽ ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടത് എന്ന ലോകം അറിഞ്ഞ് നിന്നെ ഭയപ്പെടും. ഹല്ലേലൂയ. ആൾക്കാരുടെ ഉള്ളിൽ അറിയാതൊരു ഭയം നിങ്ങളെ കാണുമ്പോൾ, കാര്യം കളിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് അവിടെ തൊടും. ഹല്ലേലൂയ. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. സോ അവിടെ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ അനുഗ്രഹമാണ് ഉയർച്ച തന്നെ പ്രാപിക്കും, ദൈവികമായ വളർച്ച. ഉയർച്ച എന്ന് പറയുന്നത് ഓർത്തോണം, ന്യായപ്രമാണ കാലത്ത് ഉള്ള ഉയർച്ച താൽക്കാലികമായി അവരുടെ ചുറ്റുമുള്ള ഉയർച്ചയായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ ഉയർച്ച ദൈവിക ഇൻക്രീസ്, ദൈവത്തിനകത്ത് എന്തുണ്ടോ അത് മുഴുവൻ എൻ്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുക. ആ വേദഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്കിവിടെ മടങ്ങി വരാം. 2 പത്രോസ് അതിന്റെ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, വിശ്വാസത്താൽ അല്ല, അറിവിനാൽ ദൈവവചനം ശ്രവിക്കുകയും ദൈവവചനം വായിക്കുമ്പോൾ എന്താ നമുക്ക് ലഭിക്കുന്നത്? ദൈവം എനിക്ക് തന്നിരിക്കുന്നതിനെ കുറിച്ചുള്ള അറിവ്. ആ അറിവ് ലഭിച്ചവരാണ് അവരുടെ ജീവിതത്തെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ.
എനിക്ക് വേണ്ടി ഇന്നത് അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ എത്തുമ്പോൾ എനിക്കത് ലഭിക്കും എന്ന് പറയുന്ന ഒരാൾ തന്നെ സൂക്ഷിക്കുക അവിടെ എത്തുന്നവരെ. വായിച്ചേ, അവന്റെ ദിവ്യശക്തി അഥവാ നേച്ചർ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനമായി ചെയ്തിരിക്കുന്നു. അവയാൽ നമുക്ക് വിലയേറിയ വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജീവനാകുന്ന നേച്ചർ ആകുന്ന നിത്യജീവൻ എൻ്റെ അകത്ത് വന്നതോടെ എനിക്ക് ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും ദാനമായി തന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പാക്കേജ്, യേശു എന്ന് പറയുന്ന ആ പാക്കേജിൻ്റെ കൂടെ എൻ്റെ ഉയർച്ചയും ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ യേശു എൻ്റെ അകത്ത് വന്നപ്പോൾ അവനോട് കൂടെ സൗജന്യമായി ആ ഉയർച്ച അതിനകത്തുണ്ട്. എങ്കിലും പല വിശ്വാസികളുടെ ഉള്ളിൽ അത് കാണുന്നില്ല. പല വിശ്വാസികളുടെ ഉള്ളിൽ ഈ പറയുന്ന ഉയർച്ച, സന്തോഷം, ഫലം കാണുന്നില്ല. അതിൻ്റെ കാരണമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. വീണ്ടും ആവർത്തിച്ച് പറയാം, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് വലിയവനും ചെറിയവനൊന്നുമില്ല. തൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന എല്ലാവരെയും തനിക്കറിയാം. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. തനിക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ ഒരു എറിഹോ പട്ടണത്തെ നേരിടുവാൻ അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തുവാൻ ജോഷുവ തയ്യാറാകുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എറിഹോ പട്ടണവും അതിലുള്ള സകലതും തന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. തന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴും എറിഹോയുടെ മതിൽ അവിടെ നിൽപ്പുണ്ട്, അകത്തെ രാജാവും അവിടുത്തെ എല്ലാ സമ്പത്തും അവിടെ ഇരിപ്പുണ്ട്. യോശുവ നോക്കിയാൽ തൻ്റെ കയ്യിൽ ഒന്നുമില്ല. തൻ്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ, വാക്ക്. എന്താ വാക്ക്? ഈ പട്ടണം തന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു മണ്ടനെ പോലെ ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാൻ താൻ തയ്യാറായി. താൻ പറഞ്ഞ മണ്ടത്തരം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും വലിയ പട്ടണത്തിൻ്റെ ചുറ്റും മൗനമായി നടന്നോളാൻ. മൗനമായി നടന്ന് ഏതെങ്കിലും മതിൽ താഴെ പോകുന്ന കണ്ടിട്ടുണ്ടോ? ഇത് കോട്ടയുടെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, കർത്താവിൻ്റെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെട്ടിട്ടുണ്ടോ അത് നിവർത്തിക്കാനുള്ള ശക്തിയും അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇത്രയും വലിയൊരു മണ്ടത്തരമുണ്ടോ? 7 പ്രാവശ്യം നടന്ന അവസാനം കാഹളം ഊതുമ്പോൾ ഇത്രയും വലിയ കോട്ട താഴെ പോകുമെന്ന്. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, പറഞ്ഞു കഴിഞ്ഞു, തന്നു കഴിഞ്ഞിരിക്കുന്നു. മിണ്ടാതിരിക്കുന്നു പറയുമ്പോൾ മിണ്ടാതിരിക്കാനും, കാഹളം ധ്വനിക്കണം എന്ന് പറഞ്ഞാൽ ധ്വനിക്കാനും ആരെങ്കിലും തയ്യാറായാൽ, ചുരുക്കത്തിൽ അനുസരിക്കാൻ ഒരുത്തൻ തയ്യാറായാൽ, അവൻ്റെ ജീവിതത്തിൽ എത്ര വലിയ കോട്ടയുണ്ടോ അത് ഇടിഞ്ഞു വീഴുന്നത് കാണാം. അസാധ്യതകളുണ്ടോ അത് മുഴുവൻ മാറി അത് വലിയ കൊള്ള കിട്ടിയവനെ പോലെ നടക്കുന്നത് കാണാം. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. തന്നു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ന്യായപ്രമാണത്തിൻ്റെ നമ്മൾക്ക് ബലഹീനത നിമിത്തം നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. ന്യായപ്രമാണത്തിൽ എഴുതിയിരുന്ന ഇന്ന കൽപ്പന അനുസരിക്കണം. ന്യായപ്രമാണത്തിൻ്റെ കീഴെ ഒരുവൻ വന്ന് ജനിച്ചു, അവൻ്റെ പേരാണ് യേശു. ഒരു സ്ത്രീയിൽ നിന്നും ജനിച്ചു, ന്യായപ്രമാണത്തിൻ്റെ കീഴെ ജനിച്ചു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് അഥവാ ഈ അനുഗ്രഹം എനിക്ക് കിട്ടാൻ സാധ്യതയില്ല സ്ഥാനത്ത് ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തവും അയച്ചു. ദൈവം ഭൂമിയിൽ വരുമ്പോൾ ദൈവമായിട്ടല്ല വരുന്നത്. യേശു ഈ ഭൂമിയിൽ നടക്കുമ്പോൾ he walked as a 100% man. അതുകൊണ്ടാണ് തന്നെ ഒടുക്കത്തെ ആദാം എന്ന് വിളിച്ചിരിക്കുന്നത്. 100% മനുഷ്യനായിട്ട് താൻ ഈ ഭൂമിയിൽ നടന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിനെ അനുകരിച്ചാൽ ഏത് കാറ്റിനെയും അടക്കാൻ പറഞ്ഞാൽ അടങ്ങും. ഹല്ലേലൂയ. ശൂന്യമായ പടകിൽ നടന്നാൽ നിങ്ങൾ അവിടെ മീൻ വന്ന് ചാടി കയറുന്നത് കാണാം. കാര്യം അതേ യേശുവിൻ്റെ അകത്തുണ്ടായിരുന്ന അതേ ജീവൻ ഇന്ന് നിങ്ങളിലും എന്നിലും നിക്ഷേപിച്ചിരിക്കുക. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. വീണ്ടും പറഞ്ഞ, ഞാൻ വെറും മനുഷ്യനല്ല. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ, ഞാൻ വെറും മനുഷ്യനല്ല. നോക്കിക്കേ, അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? വായിച്ചേ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന ആത്മാവിനെ അനുസരിച്ച്, ഒന്നുകൂടെ ഉറക്കെ പറയണം, അനുസരിച്ച് നടക്കുന്നവർക്ക്
നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകും. ന്യായപ്രമാണത്തിന്റെ നീതി ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശുവിൽ ഞാൻ അനുസരണത്തോടെ നടക്കുമ്പോൾ അത് ലഭിച്ചിരിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, നമ്മൾ ജഡപ്രകാരം നടക്കുന്നുവെങ്കിലും ജഡപ്രകാരമല്ല, പോരന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിച്ചു കളയുവാൻ. എറിഹോ കോട്ടയാ മനസ്സിലിരിക്കുന്നത്. കോട്ടകളെ ഇടിച്ചു കളയുവാൻ എങ്ങനെയാ ഇടിച്ചു കളയുന്നത്? ക്രിസ്തു യേശുവിനോടുള്ള അനുസരണത്താൽ. ശകാരത്തിന് പകരം ശകാരം ചെയ്യരുത് എന്ന് വചനം പറഞ്ഞെങ്കിൽ അവിടെയാണ് ക്രിസ്തുവിന്റെ അനുസരണം. എനിക്ക് തിരിച്ചു പറയാൻ അറിയാം, ചെയ്യത്തില്ല. ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എന്നെ തൻ്റെ സ്നേഹത്തിൽ ബന്ധിച്ചിരിക്കുക. ഹല്ലേലൂയ. അവിടെയാ ജഡം മനസ്സ്, അവിടെയാ യാഗം അർപ്പിക്കുക, മനസ്സിനെ രൂപാന്തരമാക്കിയ യാഗം, ജീവിക്കുന്ന യാഗമാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ട്, അവിടെ ഒരു യുദ്ധമുണ്ട്. എനിക്ക് പറയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ കീഴ്പ്പെട്ട് ഞാൻ നടക്കും. ഒരു യാഗമായി തീരും ഞാൻ. എനിക്ക് അധികാരമുണ്ട് ഇത് ചെയ്യാൻ, ചെയ്യത്തില്ല. ക്ഷമയെന്ന് പറയുന്നത് ദണ്ഡനം കൊടുക്കാനുള്ള അധികാരമുള്ളപ്പോഴാണ് ക്ഷമയുടെ വില. ഹല്ലേലൂയ. Forgiveness is when you have the power to find a fault or destroy something. You have the power to do it. അവിടെയാ ക്ഷമയ്ക്ക് വില വരുന്നത്. ഹല്ലേലൂയ. എന്നെ ഒരാൾ തല്ലിക്കൊല്ലുക, എനിക്ക് ബലഹീനനാ, നിന്നെ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുന്നതിനകത്തല്ല, ബലവാനാ ബലഹീനനെ ക്ഷമിക്കുന്നേ. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുത് എൻ്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ക്ഷമിക്കേണ്ടിയത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഈ ന്യായപ്രമാണത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും, അതുകൊണ്ടാണ് രണ്ട് കവനൻസ് ആണ് തീർന്നത്. യേശു നിവർത്തിച്ചു എന്ന് പറയുമ്പോൾ എന്താ നിവർത്തിച്ചത്? ന്യായപ്രമാണത്തിൻ്റെ ആവശ്യങ്ങളും അബ്രഹാമിക് കോവനന്റ്, ഈ രണ്ട് അനുഗ്രഹങ്ങളും എൻ്റെ അകത്ത് ഇനി വന്നിരിക്കുക. ഇനി കോട്ട ഇടിച്ചു കളയുന്നത് ക്രിസ്തു യേശുവിനോടുള്ള അനുസരണത്താല ആയതിനാൽ സങ്കല്പങ്ങളും വിചാരങ്ങളും I will bring it to captivity എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 10:3 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ അതിനെ വരിഞ്ഞ് കെട്ടും. ഹല്ലേലൂയ. ആ വേദഭാഗം മലയാളത്തിൽ എങ്ങനെയാണെന്നൊന്ന് വായിച്ചാൽ നന്നായിരിക്കും. 2 കൊരിന്ത്യർ 10:5-6 വായിച്ചു. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാം ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ പിടിച്ചടക്കി ക്യാപ്റ്റീവ് ഉണ്ടാക്കി. നടക്കത്തില്ല. കാര്യം എന്താ? സാധ്യത മുഴുവൻ എൻ്റെ അകത്ത് തന്നിരിക്കുക. എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു ദേശത്തിന് വേണ്ടിയല്ല, ലോകത്തിന്റെ അറ്റത്തോളം പോകാനുള്ള സാധനമാണ്. എൻ്റെ ദൈവം തന്നിരിക്കുന്ന എൻ്റെ ഉയർച്ച വിസ്മയിക്കുന്ന, ഒരു ഹൃദയത്തിലും നിരൂപിക്കാൻ പറ്റാത്ത സാധനമാണ് എൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അതേ ആട്രിബ്യൂട്ട്. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ അവകാശിയും യേശുവിൻ്റെ കൂട്ടവകാശി എന്ന് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ എൻ്റെ സ്വന്തമാണ്. ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ഒരു സംഘർഷത്തിലാണ് നടക്കുന്നത്. ജഡവും ആത്മാവും തമ്മിലുള്ള സംഘർഷം. ജഡം പറയും കാണുന്നത് നീ ഇത് തന്നെ ചെയ്യണം, പക്ഷെ ആത്മാവ് പറയും വെയിറ്റ്, പേഷ്യൻ, നീ ഒന്ന് ക്ഷമിച്ചേ, അവിടെ നിനക്ക് വലിയൊരു കാര്യം കർത്താവ് റെഡിയാക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിന് സെൻസിറ്റീവ് ആകണം, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴി നടക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, ഒരു തലമുറ കൊണ്ട് തീരുന്ന അനുഗ്രഹമല്ല ഇത്, തലമുറകളെ അനുഗ്രഹിക്കുന്നവനാ കർത്താവ്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബ്രിങ്ങിങ് എവറി തോട്ട് ഇൻ ടു ക്യാപ്റ്റിവിറ്റി. അതിനെ അടച്ചു പൂട്ടും, ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. എങ്ങനെ? ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ. ഹല്ലേലൂയ. ഇതൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. വേണ്ടാത്ത വർത്താനം പറയാതിരിക്കാൻ ശ്രമിച്ചു നോക്കിക്കേ. മുറുമുറുക്കാതിരിക്കാൻ ശ്രമിച്ചു നോക്കിക്കേ. ഒരാഴ്ചയൊന്ന് നോക്കിക്കേ, നിങ്ങൾ വിസ്മയിച്ചു പോകും. നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ കാര്യങ്ങൾ നടക്കുന്നത് കാണാം. നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും വഴികൾ തുറക്കുന്നത് കാണാം. ഹല്ലേലൂയ. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അധികാരത്തിന് കീഴ്പ്പെടുക.
ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് നമ്മുടെ സംസാരങ്ങളെ, നമ്മുടെ വായിൽ നിന്നും ദ്രവത്തോളം വാക്ക് വരരുത്. ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ, അതിന് വിപരീതമായ ജഡം പറയുമ്പോൾ ആ വിചാരത്തെ, ആ തോന്നലിനെ, യൗവനക്കാരും അല്ലാത്തവരും മോശമായ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ ബ്രിങ് ഇറ്റ് ഇൻ ടു ക്യാപ്റ്റിവിറ്റി. വരത്തില്ലെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷേ വ്യത്യാസം എവിടെയാ? നമ്മുടെ അവയവങ്ങളെ നാം എവിടെയാണോ വെക്കുന്നത് അതിൻ്റെ അടിമയായി തീരും. പാപത്തിനല്ല ഇതിനെ വിട്ടുകൊടുക്കേണ്ടത്. ക്രിസ്തുവിനെ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവർ, അവർ യേശുവിന് വേണ്ടി അവയവങ്ങളെ വിട്ടുകൊടുക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൈവെക്കുന്നിടത്ത് വീര്യപ്രവർത്തികൾ നടക്കും. നിങ്ങൾ വായിന്നൊരു വാക്ക് പറഞ്ഞാൽ നിന്റെ ദേശം മുഴുവൻ കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ കീഴിൽ, ശക്തിയുടെ കീഴിൽ കുലുങ്ങുവാൻ തുടങ്ങും. അല്ല, ഒരു ദേശത്തിൽ നിന്നും വാഹനത്തിലായിരിക്കും പോകുന്നത്. ആ ദേശത്തിൽ ഉള്ളവർ പറയും, എന്തോ ഇവിടുന്ന് കടന്നു പോയിട്ടുണ്ട്. അതുപോലെ ദൈവ സാന്നിധ്യവും ശക്തിയും വഹിച്ചും നിറഞ്ഞിരിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളൊരു വീട്ടിൽ കയറി ചെന്നാൽ ആ വീട്ടിൽ ഇടിച്ച് ജനം കയറി വരും. ഒരു പബ്ലിസിറ്റിയും വേണ്ട. മേൽക്കൂര പൊളിച്ച് രോഗികളെ നിങ്ങളുടെ കൂടെ അതെ മുമ്പിൽ ഇറക്കി തരും. അതുപോലെ ഒരു നിക്ഷേപമാണ് നിങ്ങളിലും എന്നിലും ഇരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത്. അതാണ് അവിടെ റോമർക്ക് എഴുതിയ ലേഖനം പറയുന്നത്. വായിച്ചേ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, മനസ്സിനെ അല്ല, ആത്മാവിനെ, സ്വയത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ മുഴുവൻ അനുഗ്രഹം ഇനി വായിന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ വാതിൽ തുറന്നിരിക്കും. വാതിൽ തുറന്നിട്ടല്ല ചെല്ലുന്നത്, ചെല്ലുമ്പോൾ വാതിൽ തുറക്കും. ഈ പണ്ടത്തെ പോലെ ഡോറൊന്നും തള്ളി തുറക്കണ്ട. അവിടെ ഒരു സെൻസർ വെച്ചിട്ടുണ്ട്, ചെല്ലുമ്പോൾ വാതിൽ തുറക്കും. അന്ന് പറഞ്ഞതുപോലെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടോ അത് ക്രിസ്തുവിൻ്റെ സെൻസർ നോക്കുമ്പോൾ നീ ചെല്ലുന്നിടത്ത് ഏത് അനുഗ്രഹമാണോ വേണ്ടിയത് പറയേണ്ട പോലും ആവശ്യമില്ല, അത് അവിടെ ഓപ്പറേറ്റീവ് ആയിരിക്കും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. താഴ്ത്ത് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും. ജഡസ്വഭാവം അപ്പം എവിടെയാ മാനസാന്തരം ഉണ്ടാകേണ്ടിയ? മനസ്സ് രൂപാന്തരം പ്രാപിക്കണം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം. ജഡത്തിന്റെ ചിന്ത എവിടെ ഉണ്ടാകുന്നേ? മനസ്സിനകത്ത് ഉണ്ടാകുന്നേ. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരം പ്രാപി ജീവനുള്ള യാഗം. ജഡം എപ്പോഴും ഓർത്തോണം, താൽക്കാലികമായ കാര്യം ചിന്തിക്കുമ്പോൾ ആത്മാവിൽ നടക്കുന്നവൻ ലോങ് ടേം കാര്യമാണ് നോക്കുന്നേ. ഹല്ലേലൂയ. ജഡത്തിലുള്ളവൻ താൽക്കാലിക സുഖം, താൽക്കാലിക നേട്ടം അത് ചിന്തിക്കുമ്പോൾ ആത്മാവിൽ നടക്കുന്നവൻ നിത്യത വരെയുള്ള കാഴ്ചപ്പാടയോടെ നടക്കുന്നത്. നിത്യതയുടെ കാഴ്ചപ്പാട് എന്ന് നഷ്ടപ്പെടുവോ അന്ന് ഓർത്തോണം തനി പ്രാകൃതനേക്കാളും മോശമാ ജഡികൻ. ദൈവഭയമില്ലാതെയായി പോകും. എന്ത് ചെയ്യാനും പറയാനും മടിയില്ലാതെയായി പോകും. അങ്ങനെയുള്ളവരല്ല നമ്മൾ. കാര്യം നമുക്ക് വെച്ചിരിക്കുന്നത് വിസ്മയിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം. താഴ്ത്ത് പെട്ടെന്ന് വായിക്കാം. ജഡത്തിന്റെ ചിന്ത മരണം. ജഡത്തിന്റെ ചിന്ത മരണം. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. ജീവനും ആത്മാവിൽ നടക്കുന്നവരുടെ ചിന്ത എന്താണ്? ജീവനും സമാധാനവും. വായിച്ചു, പെട്ടെന്ന് വായിച്ചു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡത്തിന്റെ ചിന്തകൾ ദൈവത്തിനോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. Because the carnal mind is an enmity against God, for it is not subjected to the law of God. ദൈവത്തിന്റെ ദൈവിക നിയമം അതാണ്. ഇത് ആരംഭിക്കുമ്പോൾ പറയുന്ന രണ്ട് നിയമത്തെക്കുറിച്ച്, ആത്മാവിൻ്റെയും ജീവന്റെ നിയമവും പാപത്തിൻ്റെയും മരണത്തിൻ്റെ നിയമവും. There is a law, unseen law happening. ഇത് രണ്ടും ഈ ഭൂമിയിൽ നമുക്ക് അനുഭവമുള്ളതാണ്. സാധാരണ പ്ലെയിനിൽ പോയി പരിചയമുള്ളവർക്കറിയാം, ഈ വായിലൂടെ പോകുന്ന പ്ലെയിനിന് ഈ ഭൂമിയിൽ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണോ ഗട്ടറെ വണ്ടി ചാടുന്നത് അതിനേക്കാളും ഭീകരമാണ്. മൊത്തം പ്ലെയിൻ ഇട്ട് കുടയും. വായുവിലല്ലേ പോകുന്നത്. അവിടെ എങ്ങനെയാ സംഭവം? എയർ പോക്കറ്റ് എന്ന് പറയും.
കാണാൻ മേല, പക്ഷെ അതവിടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ആത്മീയ നിയമം. പലതും ചെയ്ത് പലതും നമ്മൾ പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി ആ സമയത്ത് അറിയത്തില്ല, പക്ഷെ എവിടെയോ ഒരു എയർ പോക്കറ്റ് ക്രിയേറ്റഡ് ആയിരിക്കുക. ഇന്ന് പകൽ ഹെവൻലി ഫീസ്റ്റിലെ ഓരോരുത്തരും അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എൻ്റെ ആഗ്രഹം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ കുടുംബത്ത്, നിങ്ങളുടെ ദേശത്തും കുടുംബത്തും അയൽക്കാരുടെ മധ്യത്തിൽ അനുഗ്രഹത്തിൻ്റെ അടയാളമായി അവർ പറയണം, അവിടെ പോകുന്നിടത്ത് ഞങ്ങൾക്കും പോകണം. അവരെ ആരെയാണോ സ്വീകരിച്ചത് ആ യേശുവിനെ നമുക്കും സ്വീകരിക്കാം എന്ന് പറഞ്ഞ് പിന്നാലെ പോകാൻ ഇടയായി വരണം. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ഭവനങ്ങൾ സമാധാനത്തിൻ്റെ ഭവനങ്ങളായി തീരണം. നമ്മുടെ ഭവനങ്ങൾ ആശ്വാസത്തിൻ്റെ ഭവനമായി തീരണം. നമ്മുടെ ഭവനങ്ങൾ രോഗസൗഖ്യം നടക്കുന്ന ഭവനങ്ങളായി തീരണം. അയൽവക്കക്കാര് ആശുപത്രി പോകുന്ന മുമ്പേ ഓടി നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിപ്പിച്ചിട്ടേ ആശുപത്രി പോകുന്നുള്ളൂ എന്ന് പറയുന്ന നിലയിൽ ആ ദേശത്തിൽ തേജസ്സുള്ള ജ്യോതിസുകളായി നമ്മൾ മാറണം. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. There is a law of God. വായിച്ചേ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, നിങ്ങൾ ജഡ സ്വഭാവമുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം വിസ്മയിക്കുന്ന കാര്യം കാണാനും അനുഭവിക്കാനും കേൾക്കാനുള്ള സാധ്യത നിങ്ങളുടെ എൻ്റെ അകത്ത് വെച്ചിരിക്കുക. ഇതൊന്നുമില്ലാത്ത പ്രാകൃത മനുഷ്യനെ പോലെയല്ല, പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെയല്ല. നമുക്കറിയാം നമ്മുടെ കർത്താവ് ആരാന്ന്. നമുക്കറിയാം ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ നാഴികയിലും കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ കൂടെ ഉണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ യേശുവിന്റെ രക്തം 24 മണിക്കൂറും 365 ദിവസവും ഗുണകരമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ ദ പ്രൈം പ്രൊട്ടക്ഷൻ ഓഫ് ജീസസ്. മനസ്സിലായോ? അയൽവക്കത്തായിക്കോട്ടെ, ദേശത്തായിക്കോട്ടെ, എവിടെയാണെങ്കിലും നിനക്കെതിരെ പ്ലാൻ ഉണ്ടാക്കിയ പ്ലാൻ പൊളിയുന്നു മാത്രമല്ല, അവരുടെയും കൂടെ രക്ഷ നിന്റെ കയ്യിലാ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ഇത് തകർച്ചയുടെ മാർഗമല്ല, ഉയർച്ചയുടെ മാർഗമാ. നീ ലജ്ജിക്കത്തില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന്റെ നാമം നിന്റെ മേൽ വിളിക്കപ്പെട്ടതുകൊണ്ട്, യേശുവിന്റെ നാമം നിന്റെ മേൽ വിളിക്കപ്പെട്ടതുകൊണ്ട് അവർ ഭയപ്പെടും. നിന്റെ ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി ചെതറും എന്ന് പറഞ്ഞെങ്കിൽ തമാശനല്ല എൻ്റെ അപ്പൻ അത് പറഞ്ഞത്. നിവർത്തിക്കാൻ ശക്തനുള്ളവൻ വാക്ക് പറഞ്ഞെങ്കിൽ അത് അതുപോലെ തന്നെ നിവർത്തിക്കുന്നവൻ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം ഇൻ പേഴ്സൺ കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ട്. ഈ വചനം എവിടെ പ്രഘോഷിക്കപ്പെടുന്നു അവിടെ എൻ്റെ സാന്നിധ്യം അരുളുമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവിടെ ഉണ്ട്. ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും. തളരേണ്ട, പതറേണ്ട, ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറയരുത്. അത്ഭുതങ്ങളുമായി കർത്താവുണ്ട്. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഞങ്ങൾ അങ്ങയുടെ നാമം വിളിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അത്ഭുതമുണ്ടല്ലോ. ഇതൊക്കെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ സമീപം അങ്ങയുടെ സാന്നിധ്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മരണം വിട്ടുമാറട്ടെ. കർത്താവെ, എന്തെല്ലാം ഭാരങ്ങളാൽ ഇന്ന് കേൾക്കുന്നുണ്ടോ അവരെ ഓരോരുത്തരെയും കർത്താവ് പൂർണ്ണമായി വിടുവിച്ച് സമാധാനം നിറച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകല നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. മറക്കരുത്, നമ്മളുടെ HF വെബ് TV ഹെവൻലി ഫീസ്റ്റിൻ്റെ ലൈവ് വെബ് സ്ട്രീമിംഗ് നിങ്ങളുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും എല്ലാം ലഭിക്കും. 24 മണിക്കൂറും www.theheavenlyfeast.tv. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. I bless you in Jesus' name. Amen.